നേരത്തെ എണീച്ചു ഗൈസ്. ഞാൻ 5:30 എണീച്ചു ഗൈസ്. വീഡിയോ എടുക്കണ്ടേ ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മൂനെ വിളിച്ചുണർത്തണം. അപ്പോൾ നമ്മൾ അമ്മൂനെ വിളിച്ചുണർത്താനൊക്കെ പോകുന്നു ഗൈസ്. നമ്മൾ അമ്മൂനെ വിളിച്ചുണർത്താൻ പോവുകയാണ് ഗൈസ്. പിന്നെ വിളിച്ചുണർത്തിയിട്ട് കാണാം. ബൈ. നമ്മൾ രാവിലെ തന്നെ എണീച്ച് TV കാണുന്നുണ്ട്. അതെ ഗൈസ്. ഗൈസ് ഇതെന്തൊരു ഉറക്കം നോക്കിയാണ് ഗൈസ്. ലൈറ്റ് ഇടാം ഗൈസ്. എന്താ ഉറക്കം, ഗാഢമായ ഉറക്കം. നമുക്കൊരു വെള്ളം തനിച്ചുണർത്താമേ ഗൈസ്. ഞാൻ പോയി വെള്ളം എടുക്കട്ടെ ഗൈസ്. വാ, വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് എണീര് സ്കൂളിൽ പോണ്ടേ? അല്ല, വീട്ടിൽ. എണീര്. എന്തൊരു കോലം. പോയി വലിയ ഭയങ്കര നാറ്റം. വാ. പോയി പല്ലുതേ. ലൈറ്റൊക്കെ ഇട്. പോയി പല്ലുതേ. ഗൈസ് അവള് പല്ല് വെച്ച് കുളിച്ച് റെഡിയാക്കട്ടായിട്ട് വരും ഗൈസ്. സെറ്റ്. ഓക്കെ ഗൈസ്, അവള് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വരുന്നേരം നമുക്കിപ്പോൾ അമ്മൂൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാം ഗൈസ്. കഴിഞ്ഞ് കുളിച്ചില്ല, കുളിക്കുന്ന പിന്നെ ആയിരിക്കും ഗൈസ്. ലൈറ്റൊക്കെയാണേ റെഡി ആയി ഗൈസ്. അമ്മ പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വേണം പോയി എല്ലാവരും കാണട്ടെ. ഡ്രസ്സിരിക്കുന്ന കവറ് ഗൈസ്. അങ്ങനെ ഇതാണ് ടീഷർട്ട് എന്ന് തോന്നുന്നു. ഇതാണ് ടീഷർട്ട്. ഈ കളറല്ല, നേരിട്ട് മറ്റേ ഹണി ബീ കളറാണ് ഗൈസ്. നല്ല യെല്ലോ ആണ് ഗൈസ്. പിന്നെ ഇടുന്ന ഇതാണ് കറക്റ്റ് ഇടി. അതിന്റെ കൂടെ ഇടുന്ന സാധനം പാവാട. ഇങ്ങനെയാണ് ഗൈസ് ഇരിക്കുന്ന ഡ്രസ്സ്. കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്ന അല്ലേ? ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്. പിന്നെ നമുക്കിത് ഇട്ട് കാണാം. അമ്മു 3, 2, 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇടും ഗൈസ്. ഓക്കെ അമ്മു 3, 2, 1 ചടിയോ? ഇതാണ് എൻ്റെ യൂണിഫോം. ഞാൻ കുളിച്ചിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. ഞാൻ കുളിച്ചു. നിന്റെ കൈ ഗാഢമായി തിന്നുന്ന പരിപാടിയിലാണ് അമ്മു. എന്തൊക്കെയാണ് തിന്നാനുള്ളത്? ഞാനൊന്നും കഴിച്ചില്ല ഗൈസ്. ഞാൻ കഴിക്കുന്നില്ല. ദോശ, ചമ്മന്തിക്കറി, പൊറോട്ട, ചിക്കൻ ഫ്രൈയും കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്ന സാധനങ്ങൾ. ഈ ഗ്ലാസ് ഉണ്ടല്ലേ, ഈ ഗ്ലാസ്സാണ്, ഈ ജഗ്ഗാണ് ഗൈസ്. ഈ പെണ്ണ് ഗ്ലാസ്സിനെക്കാട്ടി ജഗ്ഗ് ഇരിക്കുന്ന മൊത്തം വെള്ളമാണെങ്കിൽ ഇപ്പോൾ കുടിച്ചു. ചാലഞ്ച് കൊടുത്താൽ മതി, അപ്പോൾ കുടിച്ചു. വയറ് 3 ഉറ കണ്ടുണ്ട്. 2 ഉറവല്ല, പിന്നെ 1 ഉറ ആഹാരത്തിന്. 1 ഉറ എന്ന് പറയുമ്പോൾ രാവിലെ കഴിക്കുമ്പോൾ ഫുള്ളാവും, പിന്നെ രാത്രി കഴിക്കണം. ഡയറ്റ്. ജനിച്ച് വീണപ്പോൾ തൊട്ട് ഉള്ള ഡയറ്റാണ്. ഇതുവരെ തീർന്നില്ല ഡയറ്റ്. അതിന് നീ 2ാമത്തെ തവണ വീണ്ടും പറയുന്നത് എന്തിനി? കുറേ തവണ കൊണ്ട് പറയുന്നത്. പിന്നെ അങ്ങോട്ട് ഇടാം ഗൈസ്. ആളെ കാലിൻ്റെ എല്ല് വളർന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ സെറ്റപ്പ് സാധനങ്ങൾ കണ്ട. എൻ്റെ വെള്ള ഷൂവിൻ്റെ അടുത്ത് ഇതാക്കിയത്. ഇതെൻ്റെ ക്രോക്സ്, ഇതെൻ്റെ ഷൂ, ഇതാതെ കുരുട്ടിൻ്റെത്. ഈ കുരുട്ടിൻ്റെ ഇവിടെ എന്തിനാ കറങ്ങുന്ന സാധനം? അതൊക്കെ സ്കൂളിൽ അലോഡാണെങ്കിൽ പറയൂ ഗൈസ്. നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് പോകാം ഗൈസ്. ഞാൻ കുറിച്ച് ഗൈസ് ഒക്കെ ചെറുതായിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കൊണ്ടേ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫോഗ് സെറ്റ് ഗൈസ്. നല്ല മണമാണ്. പക്ഷേ ഇത് നമ്മളാ ഡിസ്പ്ലേ വൃത്തിയാക്കാനാണ് ഉപയോഗിക്കുന്നത് ഗൈസ്. നല്ല ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ഡിസ്പ്ലേ ഉപയോഗിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. കാറൊക്കെ ഉണ്ട്, പക്ഷെ അമ്മയ്ക്ക് കാർ എടുക്കുന്നത് ഒരു ഇതായതുകൊണ്ട് ഓട്ടോയിലാണ് ഗൈസ് പോണത്. ഓട്ടോയിൽ ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണും. കുഴപ്പമൊന്നും അല്ല, ഇതൊന്നും കാണത്തില്ല. എന്താണ്
ആ പിന്നെ കേട്ടോ എൻ്റെ മേത്തെ ചവിട്ടോ കാല് ഞാൻ വെട്ടി അരിഞ്ഞ് രണ്ടാക്കും. ഇതാണ് ഞാൻ കിടക്കുന്ന സ്ഥലം. ഇന്നലെ അമ്മൂനെ കിടത്തിയപ്പോൾ അത് അവളെയായ ആണ് അവളെ വിചാരം. ഇതാ ഇവര് അമ്മയും അച്ഛനും എല്ലാം കിടക്കുന്ന സ്ഥലം അടുത്ത് തന്നെ. ഇത്ര വലിയ മറ്റേ നീന്തി രാജകുമാരിയാ. എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു മോള്. എല്ലാം കാണിച്ചു കൊടുത്തു. വെള്ളയും കാണിച്ചു കൊടുത്തു. ഓ എത്ര മണിയാ ഗൈസ്? 8 മണിയാവാൻ പോണ് ഗൈസ്. 8:30 മുമ്പ് സ്കൂളിൽ എത്തണം ഗൈസ്. 8 മണിക്കാകെ ഷൂ ഒക്കെ ഇട്ടാൽ പോരും. നമ്മ പോലും കഴിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗിയുണ്ടോ? എന്താ ഒരു പ്രകൃതി ഭംഗി. പ്രകൃതി ഭംഗിയായ ഇങ്ങനെ ഇരിക്കണം ഗൈസ്. നമ്മളെ കാറ് നമ്മൾ ഓട്ടിക്കാൻ അറിഞ്ഞൂടാ. ഓട്ടിക്കാനൊക്കെ അറിയാം. ഇതിൻ്റെ വണ്ടിയൊക്കെ കഴിക്കണം. കാണിക്കോ പോയി നിൽക്കും. ഫോട്ടോ ഒക്കെ എടുക്കാം. നിൽക്കടി ഇവിടെ. വെട്ടണോ? വെട്ടിയാ നീ ജീവിച്ചിരിക്കത്തില്ല. കയറി ഇങ്ങോട്ട്. വെടി ഇറങ്ങിയോടെ ഞാൻ തല വെട്ടണമെന്ന് അങ്ങനെ അറിയാം. ഇനി കയറി വാ ഗൈസ്. അത് കണ്ട അതാണ് എൻ്റെ ചെടി ഗൈസ്. ആ കുഞ്ഞി ചെടി ആ ടയറിൻ്റെ അടുത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്ക് വേണ്ടി ടയർ വെച്ചേക്കുന്നേ. വാ കയറി വാ കയറി വാ ഗൈസ്. നമ്മൾ റൂമിലേക്ക് പോകും ഗൈസ്. അമ്മൂൻ്റെ ദേഷ്യപ്പെട്ട മുഖമാണ് ഗൈസ്. ഇത് നിങ്ങൾ കാണുന്ന ഇതാണ് അമ്മൂൻ്റെ ദേഷ്യപ്പെട്ട മുഖം. എന്തിനാണ് എന്തോ വെറുതെ കിടന്ന് കലാവില കിടന്ന് വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ചെന്നില്ല ഗൈസ്. ഇപ്പോൾ അമ്മു അങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ അമ്മു തിരിഞ്ഞിരിക്കണ. അയ്യേ വായി നോക്കുന്നു. അമ്മു വായി നോക്കുന്നു ഗൈസ്. കയറി അമ്മു അമ്മ മുടിയിട്ട് കയറി ഒന്നും കാണിക്ക്. 3 ഇത് എൻ്റെ പഴയ ബാഗ് തന്നെ ഗൈസ്. ഇത് എങ്ങോട്ടാണ് പോണത് ഗൈസ്? നമ്മൾ ഓട്ടോമാമനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ഓട്ടോമാമൻ എപ്പോൾ വഴി എന്ന് വഴി എങ്ങനെ പറയാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഡാൻസ് കളിച്ച് എല്ലാവർക്കും അറിയാം ഗൈസ്. ഇനി നമുക്ക് ഓട്ടോ വന്നിട്ട് കാണാം ഗൈസ്. ഓട്ടോയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്കൂളിൽ പോണ വഴിയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്യും ഗൈസ്. വഴി കുറച്ചൊക്കെ കാണിക്കുമോ ഗൈസ്? ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് വഴി കുറച്ചേ കാണിക്കുന്നു. ഓക്കെ ഗൈസ്, സ്കൂളിൻ്റെ വഴി എത്താറാകുമ്പോൾ കാണിക്കാം ഗൈസ്. നമ്മൾ പകുതി എത്താറായി. പകുതി എത്തിയില്ല, ഇപ്പം എത്തേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ നമ്മളെ വഴി ഗൈസ്. ഇവിടെ ഒരു ഇറക്കമുണ്ട് ഗൈസ്. ഇതാണ് ഇജാതി ഇറക്കം. ഈ ലോകത്ത് വേറെ ഇറക്കം ഉണ്ടാകുന്ന അറിയത്തില്ല. ആണ് വേറെ ഇറക്കമൊന്നും കണ്ടിട്ടില്ല. ഇത്രയും വലിയ ഇറക്കം വേറെ നടന്നില്ല. ഇറക്കമാണ് നിങ്ങൾക്ക് കണ്ട വരുന്ന സ്ഥലം പോലെ തോന്നുന്നു. നമ്മൾ ബ്രേക്ക് പിടിച്ച് ഇറങ്ങണം ഗൈസ്. കണ്ട നമ്മൾ ഇറക്കം പകുതി വരെ കഴിഞ്ഞ് ഗൈസ്. കണ്ട ഗൈസ്, അഴിക്കാട്ട് റോഡുമാണ് ഗൈസ്. ഇങ്ങനെ ഭയങ്കര പാടാണ് ഈ വഴിയൊക്കെ കൂടെ ഒക്കെ രമേ ഗൈസ്. അങ്ങനെ നമ്മൾ പകുതി ദൂരം ഷോർട്ട് കട്ട് വഴി എളുപ്പമാക്കിയിട്ടുണ്ട് ഗൈസ്. പകുതി ദൂരം കടന്നിട്ടുണ്ട് ഗൈസ്. കണ്ട ഗൈസ്. ഗൈസ് ഈ പാലം നിങ്ങൾക്ക് ചിലവർക്ക് അറിയായിരിക്കും ഗൈസ്. നമ്മൾ ഈ പാലം കഴിഞ്ഞാണ് നമ്മളെ സ്കൂളിലേക്ക് പോകണം. നിങ്ങൾ നമ്മളെ സ്കൂൾ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയത്തില്ല. ചിലവരെങ്കിലും ആ വഴി കൂടെയെങ്കിലും പോയിട്ടുണ്ടാകും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എത്താറാകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമ്മളെ പാലം എത്താറായ ഗൈസ്. ഒരു ഷോർട്ട് ഗൈസ്. ഭയങ്കര വെട്ടം ഗൈസ്. എന്ത് പറ്റിയാന്ന് ക്യാമറ ഇനി അടിച്ച് പോയാന്ന് ഗൈസ്. കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. ഇപ്പം സെറ്റായില്ലേ ഗൈസ്. ആ വെട്ടം കൂടി കിടന്ന് ഗൈസ്. വേറൊന്നും പറ്റില്ല. അത് കാണാൻ പറ്റുന്നൊന്നുമില്ലല്ലോ ഗൈസ്. വഴിയേക്കാം സ്കൂളിൻ്റെ അടുത്തെത്താൻ കാണിച്ചു തരാം വഴിയേക്കാം ഗൈസ്. നമ്മളങ്ങനെ മൂങ്ങോട് എത്തിയിട്ടുണ്ട് ഗൈസ്. ബോർഡൊക്കെ കണ്ട ഗൈസ്. മൂങ്ങോട്
ഇങ്ങോട്ട് പള്ളി ഇതുണ്ടോ, ഇതാണ് റോട്ടിൽ കൂടെ കാണുന്ന പള്ളി. ഈ വഴി കൂടെ പോകുമ്പോഴാണ് മറ്റേ പള്ളിയിലെടുത്ത് പോകണം. ഈ വഴി കൂടെ ആണ് നമ്മൾ പോകണത്. നല്ല സ്കൂളാണ് ഞാൻ പഠിക്കുന്നത്. ഇത് സൂപ്പറായിട്ട് പഠിപ്പിക്കും ഗൈസ്. നിങ്ങളും ചേരുന്നെങ്കിൽ ചേർന്നോ ഗൈസ്. നമ്മളങ്ങനെ സ്കൂളിൻ്റെ അടുത്തെത്താറായി. ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഗൈസ്. ഇത് കണ്ട, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. ഡോഗ് ഹോസ്റ്റലൊക്കെ നടത്തും. നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ പട്ടികളെ അവിടെ കിടന്നാൽ അവൻ സൂപ്പറായിട്ട് നോക്കും. റൂമിങ്ങൊക്കെ ചെയ്തു തരും. എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. സൂപ്പറായിട്ട് പണിയൊക്കെ എടുക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മളങ്ങനെ സ്കൂളിൻ്റെ വഴിയിലേക്ക് എത്തി. കണ്ട ഗൈസ്, ബോർഡിലുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഈ വഴിയിലേക്ക് കണ്ട ഗൈസ്. 300 മീറ്ററും കൂടെ ഉള്ള ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചത്. ഇങ്ങോട്ട് ഗൈസ് ഇഷ്ടംപോലെ ഓട്ടോകളാണ് പോകുന്നത്. ഇഷ്ടംപോലെ ഓട്ടോ. ഈ ഓട്ടോകളെ കാണുമ്പോൾ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ, ഓട്ടോ ഉണ്ടല്ലോ, കൊച്ചി രാജ്യയിലെ ഓട്ടോയിലെ പാട്ട്. ആ പാട്ടൊക്കെയാണ് ഗൈസ് ഓർമ്മ വരുന്നത് ഗൈസ്. എന്താ ഗൈസ്, ഓപ്പോസിറ്റ് ഓട്ടോയിൽ ഒരു മാമ കാണുന്നുണ്ട് ഗൈസ്. സൂപ്പറല്ലേ ഗൈസ്. കാറൊക്കെ പോകണുണ്ടോ. അപ്പോൾ സ്കൂളിൽ ഇന്ത്യയാണ് കാണിക്കാൻ പോണം. ഈ വളവും കയറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കൂള്. ആ കയറ്റം കഴിഞ്ഞ് വളയപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തും ഗൈസ്. ആ ഓട്ടോ വളയുന്നില്ലേ, ആ വളഞ്ഞപ്പോഴത്തേക്ക് സ്കൂളാണെന്നില്ലേ ഗൈസ്. വളരെ തിരക്കായിരിക്കും ഗൈസ്. അത്ര തിരക്കില്ല ഗൈസ്. അതാണ് നമ്മുടെ സ്കൂള്. ഗൈസ് നമ്മളങ്ങനെ സ്കൂളിലേക്ക് നടക്കുന്നു. നമ്മളങ്ങനെ സ്കൂളെത്തി ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. സ്കൂളിൻ്റെ അകം കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നോക്കാം. ഇതൊക്കെയാണ് നമ്മളങ്ങനെ സ്കൂളിലെത്തി. ഒതുങ്ങിപ്പോടെ ഒതുങ്ങിപ്പോടെ വെച്ചു. ഇനി പിടിച്ച് ഓണ എനിക്ക് വഴക്ക് മേടിച്ച് തരാൻ വേണ്ടി അതാണ് പിള്ളേരെ നശിപ്പിക്കാനായിട്ടൊന്നും പറഞ്ഞു. മൊബൈൽ പിടിക്കണ്ട. അയ്യോ മതിയമ്മ.